അപ്പൊ നമ്മളെ ഉയർത്തേണ്ടതും നമ്മളെ നല്ല രീതിയിലാക്കി എടുക്കേണ്ടതും ആരാണ്? നമ്മൾ തന്നെയാണ്. അല്ലാതെ വേറെ ആരും ഇവിടെ ഇല്ല, വേറെ ഒരാളും ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ കൂടെ ആരെങ്കിലും ഒരു കൂട്ടുകൂടുവാണെങ്കിൽ, എന്നെ മാത്രമല്ല ഞാൻ നല്ല ഭംഗിയായിട്ട് എടുക്കുന്നത്, ഭംഗിയായിട്ട് വാർത്തെടുക്കുകയല്ല, ഭംഗിയായിട്ട് അവരെയും കൂടി ഞാൻ കൊണ്ടുവരാനാകും നോക്കുന്നത്. പിന്നെ അവര് ചിലർ വരുന്ന ആ രീതിയിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ വിട്ട് കളയുന്നു, ഉപേക്ഷിച്ച് കളയുന്നു, അല്ലെങ്കിൽ അവർ പോകുന്നു മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട്. അപ്പോൾ മാക്സിമം എന്നോട് കൂട്ടുകൂടി വരുന്നവരെ എത്രമാത്രം ഉന്നതമായ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാമോ അത്രത്തോളം തുല്യമായിട്ട് ഞാനും ആ ആളും കൂടെ പോകാനുള്ളതാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ ഞാൻ ആരോടായാലും ഇങ്ങോട്ട് വരുമ്പോഴും ഞാൻ ട്രോള് വീഡിയോ ഫ്രാങ്ക് ആരൊക്കെ എന്നെ ഇവിടെ ട്രോള് വീഡിയോ ദൃശ്യം എടുക്കാൻ വന്നോ അവരൊന്നും നേരായ വിധം രക്ഷപ്പെട്ടിട്ടില്ല, ഇരുന്നേറ്റം ഉണ്ടായിട്ടില്ല. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ട്രോള് വീഡിയോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ പരിഹസിക്കുകയാണ്. എന്നെ നിങ്ങളുടെ വീഡിയോ യൂട്യൂബിലേക്കോ വാട്സപ്പിലേക്കോ ഇൻസ്റ്റാഗ്രാമിലേക്കോ കൊണ്ടുവന്ന് ആഡ് ചെയ്യുകയും അതോടൊപ്പം നിങ്ങൾ നിങ്ങളെയും കൂടിയാണ് പരിഹസിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മോളിവിടെയൊക്കെ വീഡിയോ ഇട്ടു. അതിനോടൊപ്പം തന്നെ ഏതോ ഒരു സിനിമയിലെ കോമഡി പീസ് കട്ട് ചെയ്ത് അതിനോടൊപ്പം ചേർത്തു. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ രണ്ടുപേരും പറഞ്ഞു വയ്ക്കുന്ന വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ജീവിതമാണ്, ജീവിച്ചിരിക്കുന്ന സത്യങ്ങളാണ്, മിഥ്യകളല്ല, അവിടെ സത്യങ്ങളാണ്, ജീവിതമാണ്. ആ ജീവിതത്തെ കോമഡി കട്ടിങ്ങും കൂടെ ചേർത്തൊക്കെ ആക്കിയിടുന്ന ആ വെറും വൃത്തികെട്ട ആ വെറും എനിക്ക് എന്ത് പദം ഉപയോഗിക്കണമെന്നറിയില്ല. അപ്പൊ നമ്മളുടെ രണ്ടുപേരും ഇരുന്ന് പറയുന്ന ആ പറച്ചിലിന് അവിടെ പ്രസക്തി ഇല്ലാതാവുന്നു. പകരം ആ കോമഡി കട്ടിങ്ങാണ് ആളുകൾ കൂടുതൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഇവിടെ നമ്മളുടെ രണ്ടുപേരുടെയും ജീവിതത്തിനോ അല്ലെങ്കിൽ നമ്മളുടെ രണ്ടുപേരുടെയും ജീവനോ പ്രസക്തി ഇല്ലാതെയാവുന്നു. നമ്മൾ പറഞ്ഞു വയ്ക്കുന്ന കാര്യം എന്താണോ അതാരും കേൾക്കില്ല കുട്ടി. പകരം ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള ആ ആക്കല് മ്യൂസിക്കും ആ കോമഡി പറച്ചിൽ മാത്രം ആളുകളിലേക്ക് ചെന്നെത്തും. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടം കൊലക്കാലഘട്ടമാണ് ഇന്നത്തെ. വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ്, പ്രത്യേകിച്ച് കേരളം എന്ന വിഡ്ഢികളുടെ നാടാണും കൂടെ ഓർക്കണം. കുട്ടികളൊക്കെ കണ്ടില്ലേ, പരസ്പരം തല്ലുന്നു, മരണപ്പെടുന്നു. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും. അതിൻ്റെ അടുത്ത് ഗ്രൂപ്പ് ചാറ്റിങ്, ഫേക്ക് ഐഡികൾ ഉണ്ടാക്കല്, മീഡിയ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും കുട്ടികൾക്കറിയില്ല. അതിൻ്റെ കൂടെ അറിയാവുന്ന നമ്മളും കൂടി, അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും ഒരു തിരിച്ചറിവുള്ള നമ്മളും കൂടി അതിൻ്റെ ഇടയിൽ ഈ നമ്മളെ തന്നെ സ്വയം പരിഹസിക്കുകയും കളിയാക്കുകയും കൂടി ചെയ്യുന്ന കോമഡി പിക്ചറും കൂടെ നമ്മുടെ വളരെ മൂല്യമുള്ള ജീവിതത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് പുറം സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇറക്കി കൊടുക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ എന്ത് ചെയ്താലും സീരിയസ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്താൽ അതിനൊരു സീരിയസ് വേണം. ഒക്കെ എങ്ങനെ ചെയ്യാം? സീരിയസ് ആയിട്ട് ചെയ്യാം, തമാശ ഇടാം, എന്ത് മോളുടെ ഇഷ്ടമാണ്. എന്നാൽ മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തെയും കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ, ചേർക്കുമ്പോൾ അത് വളരെയധികം സൂക്ഷിക്കണം. മോള് തന്നെ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യാം? മോൾക്ക് ഇഷ്ടമുള്ള മോള് കളിയാക്കി കൊന്നു, മോളുടെ ജീവനൊരു വിലയില്ലാതെ മോളാക്കിക്കോ, കുഴപ്പമില്ല.
പക്ഷെ മറ്റൊരാളുടെ ജീവിതം കൂടെ നമ്മൾ ആടി ചേർക്കുമ്പോൾ മോള് ഒന്നും തിരിച്ചറിയണം. എന്താണ് 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 തിരിച്ചറിയേണ്ടത്? ഇതെന്റെ ജീവിതം മാത്രമല്ല, മറ്റൊരു വ്യക്തിയുടെയും കൂടെ ജീവിതമാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. ഇവിടെ കണ്ടില്ലേ ആളുകളൊക്കെ സത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ ഇതിന്റെ ലൈവിന്റെ കീഴില് ഇടയ്ക്ക് ഇങ്ങനെ വരും. സത്യം എന്ന് പറയുന്നത് പലതരം മെസ്സേജുകൾ വരും. അതിൽ വളരെ മനോഹരമായത് ഞാനിവിടെ വായിക്കത്തുള്ളൂ. ചിലപ്പോൾ ഇങ്ങനെ എഴുതി വെക്കുന്നവരത് തിരിച്ചു എഴുതാൻ സാധ്യതയുണ്ട്. അർത്ഥപൂർണമായ വാക്കുകൾ, അത്തരം വാക്കുകളൊക്കെ ഞാൻ വായിക്കുള്ളൂ. മോളി ലൈവ് വീഡിയോ കാണുവാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വേറെയും വരും, വായിക്കില്ലേ ഞാൻ? മനസ്സിലായോ? അപ്പോൾ ഇതിപ്പോ ലൈവാണ്. അപ്പൊ കുട്ടി എന്നോട് പറഞ്ഞ്, നാഗ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എൻ്റെ വാട്സപ്പിൽ എനിക്ക് നേരിട്ടങ്ങ് പറഞ്ഞുകൂടെ? അത് നാഗ പിന്നെ തത്സമയത്ത് ലൈവ് ഇട്ട് പറയണം. അതെന്താന്ന് വെച്ചാൽ കുട്ടി ഈ ലോകത്ത് അറിയപ്പെടുകയായിരിക്കും, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആളുകൾ എന്നെ അറിയപ്പെടുന്നുണ്ട്. ഈ സമൂഹത്തിന്റെ മാത്രമല്ല, ഈ ഇട്ടാവട്ടത്ത് കിടക്കുന്ന ആള് മാത്രമല്ല ഞാൻ, ഇന്ത്യക്കകത്തും പുറത്തുമായിട്ടുള്ള ധാരാളം ആളുകൾ അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ഓരോരുത്തരോട് ചെന്ന് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ അങ്ങിരുന്നു ലൈവായിട്ട് അങ്ങ് പോകുന്നു. അപ്പോൾ ഇനി വരാനുള്ളവരായാലും അത് കേട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഇങ്ങോട്ട് ട്രോൾ ചെയ്യാനും മറ്റോട്ട് വരരുത്. അതിനുവേണ്ടിയാണ് ഇതിലൂടെ അങ്ങ് സൂചിപ്പിക്കുന്നത്.